തയ്യാറാക്കാൻ പോകുന്നത് ചക്ക പത്തിരിയാണ്. അതിനു വേണ്ടി നല്ല പഴുത്ത ചക്ക കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിലടിച്ച് അത് വേവിച്ചെടുക്കാം. ആവി ഇപ്പോൾ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചക്ക ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത ഈ ചക്ക അത് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ട് വേവിക്കണം. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 5 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തിളയ്ക്കുമ്പോൾ ഇങ്ങനെ മേലേക്ക് തെറിച്ച് വരും. അപ്പം മേലാവാതെ ശ്രദ്ധിക്കണം. ഒരു 20 മിനിറ്റോളം ഇതിന് വേവുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അടി പിടിക്കുന്നത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു അല്പം ബട്ടറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. പാത്രത്തിൽ നിന്നും വിട്ടു പോകുന്നൊരു പാകമാകുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ നന്നായി വിട്ടു പോരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഒരു തിൻ ലെയറായിട്ട് പരത്തിയെടുക്കണം. ഇപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇത് ഒരു 2-3 ദിവസം നല്ല വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം. നല്ല ഉണക്കം കിട്ടുമ്പോൾ കൂടുതൽ ദിവസം വെക്കാനും പറ്റും. അത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ്. എനിക്ക് 2 ദിവസം ഉണക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടത് കറക്റ്റ് ഉണക്കമായിട്ടില്ല. നന്നായി ഉണക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടാതെ നല്ല ഇതിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കുറേ ദിവസം എടുത്ത് വയ്ക്കാനും പറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും എല്ലാവർക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.